അങ്ങനെ ആശി എന്ത് കാണാനാ പോയിനി? ആനേനെയാ കണ്ടോ? നിന്റെ കാഴ്ചയിൽ ഇരുന്ന് കാണാൻ കിടക്കുന്നുണ്ടല്ലേ? എത്ര? ആ, 2 ആന. നീ വല്ലതുണ്ട് ഇതിനകത്ത് കരയുന്നതും പിഴിയുന്നതും. ആനനെ പേടിയാ, 2നും പേടിയാ. പേടിയൊന്നും ഇല്ല, കണ്ടായിരുന്നു കേട്ടോ. ആശി അച്ഛനപ്പുറത്തായി പോയില്ലേ, അതിന്റെ ഒരു വിഷമം. ഓഹോ, ഒരു കരച്ചിലായിരുന്നല്ലേ? ഇല്ലല്ലേ, എടുക്കാൻ പോണ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മൾ രാത്രി അല്ലാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ഭണ്ണാര എഴുന്നള്ളിപ്പാണ് കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള. അതായത് ഇവിടുന്ന് മണത്തണ ഗോപുരത്തിൽ നിന്ന് എടുത്ത് അത് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ആനയുടെ അകമ്പടി, ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, ആനയുടെ അകമ്പടിയോട് കൂടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് ഭണ്ണാര എഴുന്നള്ളിപ്പ് എന്ന് പറയും. അപ്പം ആ ചടങ്ങ് ഇപ്പോൾ തുടങ്ങും. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്, ആ കാഴ്ചകളിലേക്ക് അല്ലേ? രാത്രി എടുക്കുമ്പോഴേ വാച്ചേ ചേട്ടാ, ആന ഒന്നേ ഉള്ളൂ. ഇതൊന്നല്ലേ? ഇയാളെ കണ്ടിട്ടില്ല. അല്ല, ഒരാനേ ഉള്ളൂ. ഒന്ന് അവിടെ കിട്ടീനി. അവനാ സ്റ്റൈല്. അങ്ങനെ അവൻ കേക്കണ്ട കേട്ടാ, അവൻ കേക്കണ്ടേ. ഇന്ന് ലേറ്റ് ആയിട്ട് ആന വന്നല്ലേ? പന്താശി കുട്ടാ, ആശിക്കുട്ട പുറത്തൊരെണ്ണമുണ്ടോ? ആശിക്കുട്ട കണ്ട നീ? ഇവിടെ നിന്ന് അടുത്ത ആനേൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാ. ഇവിടെ നിൽക്കാം, ദൂരെ നിൽക്കാം, ദൂരെ അടുത്ത് പോല. നീ ഇവിടെ എത്തിയല്ലേ? ഹലോ, ഇവിടെ ഭയങ്കര കുറുമ്പനായ ആനയല്ലേ ആശിക്കുട്ട? ഈ ആന നല്ല കുറുമ്പനാണ്, കണ്ടാ? കുറുമ്പനാന. അടുത്ത് പോകില്ല അച്ഛ. കണ്ടാ? ഇതേ പോണ. നീ പേടിച്ചു പോയി? നെഞ്ചിടിച്ചാ? ഫ്ലാഷ് ഓണാക്കുന്ന വെച്ചാൽ ഇത് രാത്രി ആയതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആനനെ രണ്ടിനും നിർത്തിയിട്ട സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആനകൾ രണ്ടും പുറപ്പെട്ടു കേട്ടോ.
അപ്പം ഇതിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ഭണ്ണാരവുമായിട്ട് നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് പോവുകയാണ്, കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് കാണാം. അല്ല ആശുക്കുട്ട, ആശുക്കുട്ട നല്ല പേടിച്ച് ആരണ്ടിട്ടാണുള്ളത് കേട്ടോ. ആനനെ കണ്ടിട്ട് രണ്ടാളും ഇതാ ഇവിടെ ഒരാള് അല്ലേ, പേടിച്ചില്ലേ? ആ അച്ഛ കള്ളം പറഞ്ഞു തന്നെ അല്ലേ. ആന വരാം, ആന വരാം. നമുക്കിനി അപ്പുറത്തോട്ട് പോകാം. ഇവിടുന്ന് ഒരു രൂപരേഖ എടുക്കുന്നല്ലേ. ആനയുണ്ട്, ആനയുണ്ട്. ആശുകൂട്ടാ പേടിച്ചണ്ട കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, പേടിക്കണ്ട. വേണ്ട, അവനവിടെ നിൽക്കട്ടെ.
360 ഡിഗ്രി ഒരു കവറേജ്. ആശു അത് നിനക്ക് പേടിയില്ല എന്നുള്ളത് മനസ്സിലായി ഏട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട് തന്നെ കേട്ടാ കംപ്ലീറ്റ് കാര്യങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അല്ലേ വെച്ചു. അങ്ങനെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഭണ്ണാരം എഴുന്നള്ളിപ്പ് നമുക്ക് കാണാൻ പറ്റി കേട്ടാ. ഹായ്. അങ്ങനെ എല്ലാവരും കണ്ടില്ലേ, വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇതായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ട ഭണ്ണാരം എഴുന്നള്ളിപ്പിൽ ഏറ്റവും ജനത്തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നല്ല അല്ലേ, മഴയില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. റോട്ടിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാം കാണാൻ പറ്റി. ഇവൻ ചിരിക്കുന്നുണ്ട് അറിയോ, ഇവൻ പേടിച്ച് കരയുമായിരുന്നു ആനേനെ കണ്ടിട്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ദിവസം അടുത്ത കാഴ്ചകളുമായിട്ട്, കൊട്ടിയൂരമ്പലത്തിൻ്റെ തന്നെ അടുത്ത കാഴ്ചകളുമായിട്ട് നമ്മൾ വരാം. അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ. ഈ ഇളനീ മറ്റേ വാള് വരവ്, അതുപോലെ തന്നെ നമ്മുടെ ഓടപ്പൂ ഉണ്ടാക്കുന്ന വീഡിയോസ് അങ്ങനെ ഷോർട്ടൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വാള് വരവിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, മുതിരേരി വാള്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന സന്തോഷം ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. ബൈ 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 ബൈ. ടാറ്റോട് കാശി. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് രാത്രിക്കാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഭണ്ണാരം എഴുന്നള്ളിപ്പാണ്. നമ്മുടെ നാട് മണത്തണയാണ്. മണത്തണയിൽ നിന്ന് തന്നെയാണ്, മണത്തണ ഗോപുരത്തിൽ നിന്നാണ് ഭണ്ണാരം എടുത്തുകൊണ്ട് കൊട്ടിയൂർ അമ്പലത്തിലേക്ക്, അക്കരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആടയാഭരണങ്ങളൊക്കെയാണ്, കൂടാതെ മറ്റ് എല്ലാ സാമഗ്രികളും, അതായത് പാത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് ആനയുടെ അകമ്പടിയോട് കൂടിയിട്ട് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനയൊന്നും വന്നിട്ടുണ്ടായില്ല. ഇപ്പോൾ ആന വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് ലാശി കിട്ടാ കാണാം അല്ലേ? ഓക്കെ.